ഫ്രീലാൻസിങ് ഇത് ഒരുപാട് ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ ഞാൻ എൻ്റെ വൈഫിന്റെ അടുത്ത് പറയാണ് ബാങ്കിങ് നാളെ ഉണ്ടാവില്ല, യു ഷുഡ് ട്രൈ ഡിജിറ്റൽ തിങ് എന്ന് പറയുമ്പോൾ ഇത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ജോലിക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും നമ്മളിപ്പോ ഒരു കാര്യം, അപ്പൊ അത് നിർത്തിയിട്ട് നമുക്ക് മറ്റൊന്നിലേക്ക് മാറാനായിട്ട് എളുപ്പമല്ല. പക്ഷെ നമുക്ക് അതിന്റെ പാരലൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു അടിപൊളി ഫീൽഡാണ് ഫ്രീലാൻസിങ്. അതോടൊപ്പം ഫ്രീലാൻസിങ് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരെയും എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ നിന്ന പല ആൾക്കാരും വേറെ കമ്പനിയിലേക്ക് മാറിയത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ ടുഡേസ് ടോപ്പിക്? അല്ല അമീർ ഷാ, നമ്മൾ ഓവറോൾ ആണ് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, യു മിസ്ഡ് ദി ബിഗിനിങ്. ഓക്കെ, സോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പുതിയ കമ്പനിയിലേക്ക് മാറുന്ന സമയത്ത്, അവർ സ്വന്തമായിട്ട് പുതിയ കമ്പനി തുടങ്ങുന്ന സമയത്ത് അവര് ഫസ്റ്റ് മൂവ് ചെയ്തത് ഫ്രീലാൻസിങ് മോഡിലേക്കാണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഒരാളുടെ ലൈഫിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞത് 3 സ്റ്റേജസ് ആണ്. ഒന്ന്, എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യലി റിച്ച് ആകുന്ന ആൾക്കാരുടെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് വർക്ക് ഫോർ അതേഴ്സ്. ഓക്കെ, അവരാദ്യം മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇതിന് നമ്മൾ ജോലി എന്ന് പറയും. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ വി വർക്ക് ഫോർ അവർ സെൽഫ്. ഇതാണ് സ്റ്റേജ് 2. സ്റ്റേജ് 2ലേക്ക് നമ്മൾ കയറും. നമ്മൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ടൈം വരും. അതിനുശേഷം നമ്മൾ എന്താവും? 3. ഇപ്പോ വർക്ക് ഫോർ അവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഫ്രീലാൻസിങ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് യുവർ സ്റ്റാർട്ടപ്പ്. ദെൻ ദ ലെവൽ 3 കംസ് അതേഴ്സ് വർക്ക് ഫോർ യു. മൂന്നാമത്തെ സ്റ്റേജ് മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് ലൈഫിൽ എപ്പോഴും ഗ്രോത്ത് വരിക. അപ്പൊ നിങ്ങൾ എങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. വർക്ക് ഫോർ അതേഴ്സ് ആണെങ്കിൽ അത് വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ജോബ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2 ഫ്രീലാൻസിങ് ഓർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ വരും, അതിനകത്തൊക്കെ വരും. ഓക്കെ, 3 മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതേഴ്സ് വർക്ക് ഫോർ യു, ദാറ്റ് ഇസ് ബിസിനസ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഗ്രോത്ത്. നമ്മൾ ഒന്നും ചെറുതല്ല, പക്ഷേ അതൊരു അഡ്വാൻസിങ് ആണ്. അത് ബേസിക്കലി നിങ്ങൾ ഇവിടെ ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്ത് കൊടുത്ത് മാസം ഒരു 50,000 രൂപ 50K റവന്യൂ ഇവിടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ 50Kയുടെ കൂടെ നിങ്ങൾക്ക് ഒരു 5 ക്ലയൻസിനെയും കൂടെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ another 50K ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ നേടണമെങ്കിൽ 50,000 രൂപ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ ബാക്കി 50,000 രൂപയുടെ ഫ്രീലാൻസിങ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ വരുമാനം ഒരു മാസം 1 ലക്ഷം രൂപയായി. അപ്പോ ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, ആ ജോലിയിലൂടെ നിങ്ങൾക്ക് 1 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്. കാരണം ഈ 50,000-ൽ നിന്ന് നിങ്ങൾക്ക് 1 ലക്ഷം എത്തണമെങ്കിൽ മിനിമം ഒരു 10 വർഷമെങ്കിലും പിടിക്കും. കാരണം നിങ്ങളുടെ പ്രസന്റ് സാലറി ഇൻക്രിമെന്റ് ആയി പ്രൊമോഷൻ വന്ന് കയറി വരണം. ഓക്കെ, അത് പ്രാക്ടിക്കലി ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ അതേ സ്കില്ല് നിങ്ങൾ ഫ്രീലാൻസിങ്ങും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ റവന്യൂ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. പതിയെ ഈ റവന്യൂ കൂടി വരുമ്പോൾ മേ ബി ഇതൊരു 50 എന്നുള്ളത് ഒരു 100K, അതെന്ന് 1 ലക്ഷം രൂപ ഫ്രീലാൻസിങ്ങിലൂടെ മാത്രം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പതിയെ ഈ ജോലി രാജിവെച്ച് സ്വന്തമായി ബിസിനസ് തുടങ്ങുന്ന രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ഈ പറഞ്ഞ മാതിരി ഒരു 500K, അതായത് 5 ലക്ഷം രൂപ മാസം വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ ഫ്രീലാൻസിങ് നിർത്താം. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് സർവൈവ് ചെയ്യാം. സോ അതെല്ലാം നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു ലൈഫ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ജോലിക്ക് നല്ല സാധ്യതയുണ്ട്. ഓക്കെ, സോ ഫ്രീലാൻസിങ്ങിൽ നിങ്ങൾക്ക് ഞാനിപ്പോ ഫ്രീലാൻസിങ്ങിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഞാനിപ്പോ ഈ 3 എണ്ണം കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. ഡിസൈനർ ആകാം, ലോഗോ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് മേഖലയുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡിസൈനർ ആകാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച എല്ലാ മേഖലയിലും, ഇപ്പോൾ SEO സ്പെഷ്യലിസ്റ്റ് ആകാം, ആഡ്സ് സ്പെഷ്യലിസ്റ്റ് ആകാം,
റീമാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആകാം. ഓക്കെ, പിന്നെ വാട്സാപ്പ് മാർക്കറ്റിംഗ് ആകാം, പിന്നെ CRM എക്സ്പേർട്ട് ആകാം, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റർ ആകാം. ഓക്കെ, പെർഫോമൻസ് മാർക്കറ്റർ ആകാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റ്. അപ്പൊ ഇതിൽ ഏത് മേഖല വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഡെവലപ്പറിൽ നമുക്ക് ഇപ്പോൾ UI ഡെവലപ്പർ ആകാം, വേർഡ് പ്രസ് ഡെവലപ്പർ ആകാം, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ HTML ഡെവലപ്പർ ആകാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നോ കോഡ് ഡെവലപ്പർ ആകാം. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓരോ പ്രൊജക്റ്റിനും, ഞാൻ ഈ പറയുന്ന എല്ലാ പ്രൊജക്റ്റിനും നിങ്ങൾക്ക് മിനിമം ഒരു 10-20 രൂപ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലാണെങ്കിൽ ഇപ്പോൾ ലോഗോ ഒക്കെ ആണെങ്കിൽ 1 ടൈം ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ. വെബ്സൈറ്റ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് 1 ടൈം ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കറിംഗ് ആയിട്ട് എല്ലാ മാസവും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ മാസം നിങ്ങൾ 2 കസ്റ്റമറെ കണ്ടെത്തി 10,000 വാങ്ങി, അപ്പോൾ അത് 20K 20,000 രൂപയായി. അടുത്ത മാസം നിങ്ങൾ വീണ്ടും 2 പേരെ കണ്ടെത്തി, അതൊരു 40,000K ആയി. കാരണം ആദ്യത്തെ മാസത്തെ 2 കസ്റ്റമർ വീണ്ടും റിപ്പീറ്റഡ് പേയ്മെന്റ് തന്നു. അങ്ങനെ നിങ്ങൾ ഒരു 6 മാസം കഴിയുന്ന സമയത്ത് പുതിയ 2 ക്ലയന്റിനെ വെച്ച് നിങ്ങൾക്ക് എല്ലാ മാസവും കൊണ്ടുവരാൻ പറ്റുകയും അതോടൊപ്പം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനും പറ്റുകയാണെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾക്കൊരു 1.25 ലക്ഷം രൂപ റെക്കറിംഗ് ആയിട്ട് ഇവിടെ നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലുണ്ട്. ഡിസൈനേഴ്സിന് ഡെവലപ്പേഴ്സിനും പക്ഷെ 1 ടൈം ആണ്. നല്ല ഡിസൈനേഴ്സിന് നല്ല എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും, നല്ല ഡെവലപ്പേഴ്സിന് നല്ല എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം. പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ സാറ്റർഡേ സൺഡേ അമേരിക്കയിലിരുന്നോ ഇന്ത്യയിലിരുന്നോ ഊട്ടിയിലിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം. യു ആർ ടോട്ടലി ഫ്രീ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെന്റ് പ്രൊജക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇവിടെ യു ക്യാൻ സേ യു ആർ യുവർ ഓൺ ബോസ്. നിങ്ങളുടെ മേലെ ആരുമില്ല എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് കസ്റ്റമറിന്റെ പ്രൊജക്ട് ഡെലിവറി ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി പാർട്ട് ടൈം ആണ്, ഫുൾ ടൈം ആണ്, എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം. അൺലിമിറ്റഡ് ഇൻകം ബട്ട് റെസ്ട്രിക്റ്റഡ് ടു യുവർ ടൈം ആൻഡ് യുവർ സ്കിൽ. നിങ്ങൾക്ക് എത്ര ഡെലിവറി ചെയ്യാൻ പറ്റും, എത്ര ക്വാളിറ്റിയിൽ ഡെലിവറി ചെയ്യാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഇൻകം നേടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫ്രീലാൻസിംഗിൽ. സബ്ജക്ട് എക്സ്പെർട്ടീസ് വേണം. നിങ്ങൾ എന്താണോ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അത് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, സബ്ജക്ട് എക്സ്പെർട്ടീസ്. ഇപ്പൊ ഇന്നലെ ഞാനൊരു പ്രൊജക്ട് ഒരു ആൾക്ക് കൊടുത്തു. അപ്പൊ ഇന്നലെ എന്റെ റിക്വയർമെന്റ് ഒരു സംഭവം, ഒരു സ്പെഷ്യൽ റിക്വയർമെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോ ആ റിക്വയർമെന്റ് ചെയ്യുന്ന കറക്റ്റ് ആളെ കിട്ടി. അയാൾ ചെയ്തിരിക്കുന്ന പ്രൊജക്ട് ഞാൻ മുന്നേ നോക്കിയപ്പോൾ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലായി, ഈ ആൾക്ക് എന്റെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഉടനടി അവർ എനിക്ക് മെയിലിൽ പ്രൊപ്പോസൽ അയച്ചു. ഞാൻ ഒരു വിത്തിൻ 5 മിനിറ്റ്സ് ഞാൻ അവർക്ക് പേയ്മെന്റും കൊടുത്തു. എന്ന് പറഞ്ഞാൽ 20,000 ഞാൻ ഇന്നലെ പേ ഔട്ട് ചെയ്തു. ഇനി ഒരു 30,000 കൂടെ ഞാൻ അവർക്ക് കൊടുക്കാണ്ട് 50,000 രൂപ. ഞാനെന്ന് പറയുന്ന ഒറ്റ കസ്റ്റമറിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം 50,000 രൂപയാണ്. അവരത് ഡെലിവർ ചെയ്യുന്നത് വിത്തിൻ എ വീക്കാണ്. അതായത് ഒരാഴ്ചക്കുള്ളിൽ 50,000 രൂപയാണ് അവർക്ക് എന്നിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്നെ പോലെ ഒരു 4 കസ്റ്റമറെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാസം അവർ മിനിമം 2 ലക്ഷം രൂപ അവർ നേടുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു അപ്പൊ അതാണ് അവിടെയുള്ള സബ്ജക്ട് എക്സ്പെർട്ടീസിന്റെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണെങ്കിലും ഗ്രാജുവലി നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെയോ ലാംഗ്വേജിന്റെയോ എക്സ്പേർട്ടായി മാറുമ്പോൾ ആ മാർക്കറ്റിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ വാല്യൂ ആയിരിക്കും. നിങ്ങൾ ഇന്ന് കാണുന്ന വാല്യൂ അല്ല, ഒരു വേറെ തന്നെ വാല്യൂ കിട്ടും. അപ്പോൾ അതാണ് സബ്ജക്ട് എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എന്റെ പേഴ്സണൽ കേസിൽ എൻ്റെ അടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുമ്പോൾ ഞാൻ ചാർജ് ചെയ്യുന്ന എമൗണ്ട് കുറച്ച് മാർക്കറ്റ് പ്രൈസുമായിട്ട് ഈക്വൽ ആണ്. ഓക്കെ, വെരി ഹൈ പ്രൈസ് അല്ല. പക്ഷെ ബിസിനസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എന്റെ എക്സ്പേർട്ട് സബ്ജക്ട് ആയതുകൊണ്ട് അതെന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ മന്ത്ലി ഓൾമോസ്റ്റ് ലാക്സിലാണ് ചാർജ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് എനിക്ക് വർക്ക് ലോഡ് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ കുറച്ച് കുറവാണ്. അപ്പൊ എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും അതിനെന്ത് വാല്യൂ വേണം എന്നുള്ളത്. അതാണ് നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി എങ്ങനെ ഫ്രീലാൻസിങ് ജോബ് എന്നുള്ളത് ഇവിടെ റോങ് വേർഡാണ്. ഫ്രീലാൻസിങ് പ്രൊജക്ട് ഹണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് പ്രൊജക്ട് കണ്ടെത്താൻ പറ്റും? ഇതൊക്കെ കുറച്ച് പ്ലാറ്റ്ഫോംസാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ അപ്വർക്ക് എന്ന് പറയുന്ന അപ്വർക്ക്, ഫീവർ, ഫ്രീലാൻസർ, ഇതൊക്കെ ജോബ് ഫ്രീലാൻസിങ് പ്രൊജക്ട് ഹണ്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പോ ഇഫ് യു ഗോ ടു Upwork, ഓക്കെ, അപ്വർക്കിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ട ഡിസൈൻ ആൻഡ് ക്രിയേറ്റീവ്, ഇവിടെ ജോബ്സ്, ഇത് ലോഗിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ലോഗിൻ ചെയ്താലേ കാണാൻ പറ്റും. ഫൈൻഡ് വർക്ക്, കണ്ടോ ഇവിടെ പ്രൊജക്റ്റുകളുണ്ടോ? അപ്പോൾ ഇതിനകത്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾ കണ്ട SEO, ബാക്ക് ലിങ്കിങ്, യൂട്യൂബ് ഫ്രീലാൻസർ, കണ്ടന്റ് മാർക്കറ്റർ, സോഷ്യൽ മീഡിയ മാർക്കറ്റർ, ഡിജിറ്റൽ മാർക്കറ്റർ, ലീഡ് ജനറേഷൻ, ഔട്ട് ബൗണ്ട് സെയിൽസ്, API, സോഷ്യൽ മീഡിയ മാനേജർ, ഇൻസ്റ്റാഗ്രാം ഫ്രീലാൻസർ, SEO സ്പെഷ്യലിസ്റ്റ്, ലിങ്ക്ഡിൻ സ്പെഷ്യലിസ്റ്റ്, ഇതൊക്കെ ഈ പറയുന്ന മേഖലയിലുള്ള ജോബ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്തു നോക്കാം. ലെറ്റ്സ് ഗോ ടു ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ഫ്രീലാൻസർ. ഓക്കെ, $125 എക്സ്പേർട്ട് ലെവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താ സംഭവം നോക്കാം. ഫേസ്ബുക്ക് ആഡ് മീഡിയ ബയറെ വേണം, വേൾഡ് വൈഡ് ആണ്. ഐ എം ലുക്കിംഗ് ഫോർ എ ഫേസ്ബുക്ക് ആഡ് മീഡിയ ബയർ, ലുക്കിംഗ് ഫോർ എ ഫ്രീലാൻസർ, നോട്ട് എൻ ഏജൻസി. ഓക്കെ, 1 മണിക്കൂറിന് $50 വരെ അവർ തരാൻ തയ്യാറാണ്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. 3 മാസത്തേക്കാണ് ജോബ്. എക്സ്പേർട്ട് ആയിരിക്കണം. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. ദിസ് ജോബ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു ടേൺ ഇൻ ടു ഫുൾ ടൈം റോൾ. അപ്പൊ ഈ ചെയ്ത പ്രോസസ്സ് വൃത്തിക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ പെർമനന്റ് ജോബായിട്ട് കിട്ടും എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവ $15 എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അത് ഏതാണ്ട് 1000 രൂപയ്ക്ക് മേലെ പെർ അവർ. അപ്പൊ നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂറാണ് ഇയാൾക്ക് വേണ്ടി പണിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8,000 രൂപ മുതൽ 40,000 രൂപ വരെ ഒരു ദിവസം നിങ്ങൾക്ക് നേടാൻ പറ്റും. ഓക്കെ, ഒരു ദിവസം കേട്ടോ. അതാണ് ഈ ജോബിന്റെ പ്രത്യേകത. ഒരു ഓക്കെ, സോറി, ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് മറന്നു. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? ചാറ്റ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഒരു പ്രൊജക്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഫേസ്ബുക്ക് ആഡ് മീഡിയ ബയർ, ലെസ് ദാൻ 30 hours എ വീക്ക്, പെർ അവർ 15,000 to 50,000. ഈ റേറ്റ് കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ അപ്വർക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് കണ്ടതാണ്. ഇതുപോലെ അപ്വർക്ക് പോലെ വേറെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫീവർ, ഫ്രീലാൻസർ, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വർക്ക് കിട്ടും. വർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ $US വരുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും, നല്ല പൈസ കിട്ടും. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കോൺടാക്ട്സിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, ബിഹാൻസിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക. അപ്പൊ നിങ്ങളുടെ കൂടെ ചുറ്റിനുമുള്ള ആൾക്കാർ നിങ്ങളെ കണ്ടെത്തി നിങ്ങൾക്ക് പ്രൊജക്ട് തരും. പിന്നെ ഗൂഗിൾ, നിങ്ങളുടെ ഇമെയിൽസ് എടുക്കുക, കമ്പനീസിന്റെ ഗൂഗിൾ ചെയ്തിട്ട് അവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് പ്രൊജക്ട് കിട്ടും. പിന്നെ വാട്സാപ്പ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാം. ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം, അറിയുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, സ്റ്റാറ്റസ് ഇടാം. അതിൽ നിന്ന് കുറെ ആൾക്കാർ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ ജോബ് ലിസ്റ്റിംഗ് ഉള്ള പ്ലാറ്റ്ഫോംസിൽ പോയി കഴിഞ്ഞാൽ കമ്പനീസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനറെ ഹയർ ചെയ്യാൻ നിൽക്കുന്ന ഒരു കമ്പനിയുടെ ജോബ് പോസ്റ്റിംഗിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ കമ്പനീനെ കോൺടാക്ട് ചെയ്തിട്ട് പറയാം, ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു ഫ്രീലാൻസർ ഗ്രാഫിക് ഡിസൈനർ ആണ്, നിങ്ങൾക്ക് റിക്വയർമെന്റ് ഔട്ട്സോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പയ്യൻ ഫ്രീലാൻസർ ആണ്. ആക്ച്വലി അവൻ പഠിക്കുന്നു, അതോടൊപ്പം നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരുന്നു. സോ അവന്റെ പാർട്ട് ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ റിക്വയർമെന്റ് ഡെയിലി വീഡിയോസ് വേണമെന്നുള്ള അത് നടക്കുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടെത്താം. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ്ങിന് ആൾക്കാരെ കണ്ടെത്താനുള്ള ഒരു മേഖല, ഒരു ഓപ്ഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് ക്ലയന്റ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസിങ് പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്യുക, അവരായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് അവരുടെ ടെസ്റ്റിമോണിയൽ വീഡിയോ ഫോർമാറ്റിൽ എടുക്കുക,
ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പുതിയ കസ്റ്റമറെ കണ്ടെത്തുമ്പോൾ ആ പഴയ കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഫ്രീലാൻസറും ഫീവറൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവർക്കും ഈ പ്രീവിയസ് ക്ലയന്റ് റിവ്യൂസ് ഉണ്ടായിരിക്കും. കാരണം ട്രസ്റ്റ് എന്താ, ഇപ്പൊ ഞാനൊരു ആൾക്ക് വർക്ക് കൊടുക്കണമെങ്കിൽ അയാളുടെ പ്രീവിയസ് വർക്കിന്റെ ടെസ്റ്റിമോണിയൽ അല്ലെങ്കിൽ പ്രൂഫ് ഉണ്ടെങ്കിലേ ഞാൻ അയാൾക്ക് പൈസ കൊടുക്കുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ക്ലയന്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് പറ്റണം. അതിലൂടെ സെയിം കസ്റ്റമർ നിങ്ങൾക്ക് റിപ്പീറ്റഡ് പേയ്മെന്റും തരും. ആ കസ്റ്റമറിന്റെ റെഫറൻസ് വഴി നിങ്ങൾക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റും. ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ക്ലയന്റ് മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എക്സ്പെർട്ടീസ് വേണം. ഓക്കെ, അപ്പൊ ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനഫ് ഇൻഫർമേഷൻ കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഗെയിൻ കം ടു ദ ചാറ്റ് ബോക്സ് and say thank you.